പുതിയൊരു അധ്യയന വർഷം തുടങ്ങിക്കഴിഞ്ഞു. ബാഗ് തോളിലിട്ട് കുട ചൂടി സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ എല്ലാ വർഷവും ജൂൺ മാസമാകുമ്പോൾ നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണിത്. ചിലർക്ക് സ്കൂളിൽ പോകാനായിട്ട് ആഗ്രഹമാണെങ്കിൽ ചിലർക്ക് അതൊരു ഫാഷൻ ഷോയാണ്. പുതിയ ഡ്രസ്സും ബാഗും ഒക്കെ ഇട്ട് കുട്ടയുമൊക്കെ ചൂടി കൂട്ടുകാരെ കാണിക്കാനുള്ള ഒരു ആകാംക്ഷ. എന്നാൽ ചിലർക്ക് സ്കൂൾ ഒരു പേടിയാണ്, പേടി സ്വപ്നമാണ്. അതൊന്നും കൂടാതെ ആദ്യമായി സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെ കണ്ടിട്ടില്ലേ? കരഞ്ഞും വാശി പിടിച്ചും അവർ സ്കൂളിൽ പോകാൻ മടി പിടിക്കും. പക്ഷേ മാതാപിതാക്കൾ അവരെ നിർബന്ധിച്ച് കൊണ്ടുപോയി സ്കൂളിൽ കൊണ്ടേയാക്കും. എന്തിനാണ് മാതാപിതാക്കൾ ഇങ്ങനെ ചെയ്യുന്നത്? തൻ്റെ മകന് അല്ലെങ്കിൽ മകൾക്ക് വിദ്യാഭ്യാസം വേണം, അറിവുകൾ വേണം, അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാകണം എന്നൊക്കെ അവർ ആഗ്രഹിച്ചുകൊണ്ട് തന്നെയല്ലേ? എന്നിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചാടിക്കേറിയതിൻ്റെ ഉത്തരവൊന്നും പറയാൻ അങ്ങോട്ട് നിൽക്കണ്ട. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളും ഒരു കഥയുമൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കേട്ടതിന് ശേഷം നിങ്ങൾ മറുപടി എന്തായാലും രേഖപ്പെടുത്തണം. ഒരിക്കലും ഒരു കാട്ടിൽ മൃഗങ്ങളെല്ലാം ഒത്തുകൂടി ഒരു സ്കൂൾ അങ്ങോട്ട് തുടങ്ങി. ഓട്ടം, ചാട്ടം, നീന്തൽ, പറക്കൽ എന്നിങ്ങനെയൊക്കെയുള്ള കുറേ സ്കില്ലുകളാണ് അവിടെ പഠിപ്പിക്കുന്നത്. മൃഗങ്ങളെയെല്ലാം വലിയ ആവേശത്തോടെ സ്കൂളിൽ പോകാനായിട്ട് തുടങ്ങി. പക്ഷെ പഠനം തുടങ്ങിയപ്പോൾ ആകെ മൊത്തം പ്രശ്നമായി. കാരണം എന്നറിയോ? നന്നായി നീന്തുന്ന താറാവിന് പറക്കലിനും ഓട്ടത്തിനും ഗ്രേഡ് കുറഞ്ഞുപോയി. ഓട്ടത്തിന് മിടുക്കനായ മുയലാണെങ്കിൽ നീന്താൻ ശ്രമിച്ചിട്ട് തോറ്റുംപോയി. മരം കയറാൻ മിടുക്കനായ അണ്ണാന് പറക്കലിന് കിട്ടിയത് വട്ടപ്പൂജ്യം. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളെ തങ്ങൾ ജീവിതത്തിൽ ഒരു വൻ പരാജയമാണല്ലോ, തോറ്റുപോയല്ലോ എന്നോർത്ത് മൃഗങ്ങൾ ഭയങ്കരമായി സങ്കടപ്പെട്ടു. ഈ കഥ തികച്ചും ഒരു സാങ്കല്പികമാണെങ്കിലും നമ്മുടെ കൺവെൻഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റവുമായിട്ട് ഇതിന് ഒരുപാട് ബന്ധമുണ്ടേ, സാമ്യമുണ്ടേ. ഈ കഥ നമ്മുടെ വിദ്യാഭ്യാസ രീതി എങ്ങനെയുള്ളതാണ് എന്നതിനെക്കുറിച്ചൊരു നേർചിത്രമാണ് നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നത്. നമ്മുടെ കുട്ടികളെല്ലാവരും തന്നെ ജീനിയസാണ്. പക്ഷേ ഒരു മീനിനെ അതിൻ്റെ മരം കയറാനുള്ള കഴിവ് വെച്ചളന്നാൽ ജീവിതകാലം മുഴുവൻ താനൊരു മണ്ടനാണെന്ന് കരുതി അതിനുവേണ്ടി ജീവിക്കേണ്ടി വരും. ഇതേ അവസ്ഥയാണ് നമ്മുടെ കുട്ടികളും അനുഭവിക്കുന്നത് എന്നതാണ് പച്ച പരമാർത്ഥം. ഇനി പറയൂ, നമ്മുടെ കുട്ടികൾക്ക് ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടോ? ഒന്ന് കണ്ണ് തുറന്ന് പേരൻസ് ഒന്ന് ചിന്തിക്കണം, വിദ്യാർത്ഥികളായിരുന്ന ആളുകളും ഒന്ന് ചിന്തിക്കണം. നമ്മുടെ നാട്ടിലത്തെ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം വെച്ച് ഇത് കിട്ടുന്നില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു ഷൂ എല്ലാവർക്കും ഫിറ്റാകില്ല, അതുപോലെ എല്ലാ കുട്ടികൾക്കും കൂടി ഫിറ്റാകുന്ന ഒരു സിസ്റ്റം എന്നതും ശരിയല്ല. ഈ തിരിച്ചറിവ് അല്പം മുന്നേ തന്നെ ഉണ്ടായ ഒരു മാറ്റം ആഗ്രഹിച്ച അച്ഛൻ്റെയും അമ്മയുടെയും അവരുടെ മക്കളായ 3 മിടുക്കികളുടെയും കഥ ഈ അടുത്ത് പത്രമാധ്യമങ്ങളിൽ നമ്മൾ കാണാൻ ഇടയായി, വായിച്ചു, വീഡിയോകളിലൂടെയൊക്കെ നമ്മൾ കണ്ടു. പഠനത്തിനും ജീവിതത്തിനും വിജയത്തിനും സ്കൂൾ ആവശ്യമില്ല എന്ന് സ്വന്തം ജീവിതത്തിലൂടെ അവർ നമ്മൾക്ക് കാണിച്ചു തന്നേക്കാണ്. ഒരു സ്കൂളിലും പോകാതെ വീട്ടിലിരുന്ന് പഠിച്ച് ലോകത്തെ തന്നെ പ്രമുഖ യൂണിവേഴ്സിറ്റിയിൽ നിന്നും മിന്നും താരമായിട്ട് ആ മലയാളി 3 പെൺകുട്ടികൾ ലോകത്തെ മാറ്റിമറിച്ച നമ്മൾ അഭിമാനപൂർവ്വമാണ് കണ്ടത്. കാരണം ഹോം സ്കൂൾ എന്നൊരു കൺസെപ്റ്റ് പോലും അധികം പോപ്പുലർ അല്ലായിരുന്ന സമയത്ത് അവർക്ക് അതിലേക്ക് പോകാനുള്ള ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടായിരുന്നു എന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അവരെങ്ങനെയാണ് അത്തരത്തിലൊരു പ്രധാനപ്പെട്ട തീരുമാനത്തിലേക്ക് എത്തിയെന്നറിയാമോ? വളരെ മിടുക്കികളായ തൻ്റെ കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങിയതോടെ അവരുടെ ഊർജവും ആവേശമെല്ലാം ചോർന്നത് പോകുന്നതായിട്ട് അവരുടെ അമ്മയ്ക്ക് മനസ്സിലായി. ഓരോ വർഷം കഴിയും തോറും മക്കൾ പഠനത്തിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും പുറകോട്ട് പോകുന്നു. ഒരു സാധാരണക്കാരിയായ അമ്മയാണെങ്കിൽ ആ സമയത്ത് എന്തു ചെയ്യും? കുട്ടികളെ അടിക്കും, വഴക്ക് പറയും, ട്യൂഷന് കൊണ്ടുപോയി ചേർക്കും, അല്ലെങ്കിൽ ഹോസ്റ്റൽ നിർത്തി ഇനി അല്പം ദൈവവിശ്വാസിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേർച്ചയും കാഴ്ചകളും കൂടെ വന്നു തരും. എന്നാൽ ഈ അമ്മ അങ്ങനെ ഒന്നും അല്ല ചെയ്തത്. പകരം ഒരൊറ്റ കാര്യമേ ചെയ്തുള്ളൂ, മക്കളെ സ്കൂളിൽ വിടാതെ വീട്ടിലിരുത്തി നന്നായി പഠിപ്പിക്കാൻ തുടങ്ങി. അതോടെ കുട്ടികൾ ഉഷാറായി, വീണ്ടും പഴയ മിടുക്കികളായി. അമ്മയുടെ അധ്യാപന മികവ് കണ്ടിട്ട് മക്കളുടെ സ്കൂളിലേക്ക് ടീച്ചറായി വരാൻ ഒരു ചാൻസും കൂടെ കിട്ടി. പക്ഷേ അമ്മ പോയില്ല എന്ന് മാത്രമല്ല, അച്ഛനോടും കുട്ടികളോടും ആലോചിച്ചുകൊണ്ട് വളരെ വേറിട്ടൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു. മക്കളെ ഇനി ആ സ്കൂളിൽ എന്നല്ല ഒരു സ്കൂളിലും വിടുന്നില്ല. ഇടയ്ക്കിടെ അധ്യാപകർ മാറുന്നതും അവർക്ക് കുട്ടികളോടുള്ള വേർതിരിവും മാർക്ക് കുറഞ്ഞാലോ എപ്പോഴുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു അപരിഷ്കൃതമായിട്ടുള്ള ശിക്ഷാ നടപടികളും പ്രാകൃതമായ രീതികളുമൊക്കെ കുട്ടികൾക്ക് അവരുടെ കഴിവുകളെ പിന്നോട്ട് വലിക്കാനായിട്ട് കാരണമായി എന്ന് അവർ മനസ്സിലാക്കിയെടുത്തു. ഈ ദുരനുഭവങ്ങളാണ് കുട്ടികളെ ഈ നിലയിൽ എത്തിച്ചെന്നുള്ളൊരു തിരിച്ചറിവിൽ പേരൻസ് മക്കളെ ഇനി ഹോം സ്കൂളിൽ പഠിച്ചാൽ മതി എന്ന് തീരുമാനിക്കുന്നു. ഹോം സ്കൂൾ അതെന്താണ് സംഗതി എന്താണെന്നല്ല ചിന്തിക്കുന്നത്. ഓരോ കുട്ടിയുടെയും താല്പര്യങ്ങളും കഴിവുകളും വാസനകളും ബുദ്ധിയും അവൻ്റെ വീട്ടിൽ തന്നെ ആ ഒരു അന്തരീക്ഷത്തിൽ തന്നെ ഇരുന്ന് പഠിക്കുന്ന സംവിധാനമാണ്. സാധാരണ സ്കൂളിൽ 2 തരം ബുദ്ധിയാണ് പരിപോഷിപ്പിക്കപ്പെടുന്നത്. ഹോം സ്കൂളിൽ അങ്ങനെയല്ല.
ഒരു കുട്ടിയുടെ എല്ലാ കഴിവുകളെയും, അതായത് അക്കാഡമിക്കൽ, എക്സ്ട്രാ കരിക്കുലർ ആൻഡ് ലൈഫ് സ്കിൽ, ഇങ്ങനെയുള്ള എല്ലാ കഴിവുകളും ഇവിടെ പരിപോഷിപ്പിക്കും. അതായത് ഒരു കുട്ടിക്ക് സ്വന്തം വീടിൻ്റെ സുരക്ഷിതത്തിൽ കുട്ടികളുടെ ഇഷ്ടമനുസരിച്ച് പഠിച്ചും രസിച്ചും നടക്കാനുള്ള അവസരമാണ് ഹോം സ്കൂൾ എന്നത്. അങ്ങനെ അവരുടെ വീട്ടിലെ ഒരു മുറി ക്ലാസ് റൂമാക്കി മാറ്റി. ഹോം സ്കൂൾ എന്ന ആശയത്തോട് ഒട്ടും പ്രചാരമില്ലാത്ത 2005 കാലഘട്ടങ്ങളിൽ ഈ കുടുംബം ഇങ്ങനൊരു തീരുമാനമെടുക്കുമ്പോൾ എതിർപ്പുകൾ 4 സൈഡിൽ നിന്നുണ്ടായിരുന്നു. എന്നാൽ ആ മക്കൾ പേരൻസിനോടൊപ്പം നിന്നുകൊണ്ട് ആ തീരുമാനം ശരിയാണെന്ന് ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഓരോ ഗ്രേഡിലേക്കും വേണ്ട പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഒക്കെ പോസ്റ്റൽ വഴിയെത്തി. ഈ സ്കൂളിൽ പോകുന്നില്ല എന്ന് കരുതി കൃത്യനിഷ്ഠയൊന്നും ഇല്ല എന്ന് കരുതരുത്. പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 6 മണിക്ക് മക്കളെ വിളിച്ചുണർത്തും. പ്രഭാത കൃത്യങ്ങളും പ്രാതലിനും ശേഷം സ്കൂളിലേക്ക് പോകുന്നത് പോലെ തന്നെ തയ്യാറായി മക്കൾ വീട്ടിലെ ക്ലാസ് മുറിയിൽ നിന്ന് പഠിക്കും. അതായത് ഓരോ ക്ലാസ് മുറിയിൽ 3 ഡിവിഷൻ, ഓരോ ഡിവിഷനിലും ഓരോ വിദ്യാർത്ഥിയും, ഒരേ ഒരു അധ്യാപികയും, അവരുടെ അമ്മ. കുട്ടികളുടെ മാതാപിതാക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ ഫെസിലിറ്റേറ്ററായിട്ട് മാറാം എന്നതുകൊണ്ട് തന്നെ വീട്ടിലെ പഠനം ഏറ്റവും മനോഹരമാക്കാൻ ആ കുടുംബത്തിന് സാധിച്ചു എന്നതാണ് അതിലെ രസം. ഈ പുസ്തകത്തിലെ അറിവ് മാത്രമല്ല വിദ്യാഭ്യാസം എന്ന തിരിച്ചറിവ് അവർക്കുള്ളത് കൊണ്ട് വ്യായാമം, എയറോബിക്സ്, ഹോഴ്സ് റൈഡിങ്ങിൽ, നീന്തൽ, പെയിൻറ്റിങ്ങിൽ, സംഗീത ഉപകരണങ്ങൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ, ഡിഫറൻ്റ് ആയിട്ടുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റികൾ മക്കൾക്ക് പഠിക്കാൻ പറ്റി. ഇതോടൊപ്പം നല്ല മനുഷ്യരാകാനായിട്ടും അവരെ വളർത്തി. ജീവിതത്തിലെ മൂല്യങ്ങളും മര്യാദകളും അവരെ പഠിപ്പിച്ചു. അവരോട് അങ്ങനെ പെരുമാറണം, എങ്ങനെ പെരുമാറാൻ പാടില്ല, ഓരോ പ്രായത്തിലും ഇടപെടേണ്ട രീതികളൊക്കെ അവരെ അവസരങ്ങൾ കൊടുത്തു. ഇനി വീട്ടിലെ പഠനമായതുകൊണ്ട് തന്നെ യാത്രകൾക്ക് ധാരാളമായി അവസരം കിട്ടി. അതുകൊണ്ട് തന്നെ കേട്ട ഞെട്ടിപ്പോവും, 70ഓളം രാജ്യങ്ങളിൽ ഇതിനോടകം അവർ യാത്ര ചെയ്തു. പല രാജ്യങ്ങളിലെ സംസ്കാരം, ജീവിത രീതി, ആചാരം, പെരുമാറ്റം, ആശയവിനിമയം, ഭക്ഷണം എന്നിവയെല്ലാം കണ്ടറിഞ്ഞു. എല്ലാവിധ ജീവിത സാഹചര്യങ്ങളും അവർ അടുത്തറിഞ്ഞതോടുകൂടി ആളുകളുമായി ഇടപഴകാനും കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യാനും മനസ്സിലാക്കാനും തീരുമാനങ്ങൾ എടുക്കാനുമൊക്കെ മക്കൾ പ്രാപ്തരായി. സൗഹൃദങ്ങളുണ്ടാക്കി, ജോലി നേടി, ജീവിതത്തോട് നല്ല കാഴ്ചപ്പാടുള്ളവരായിട്ട് മാറി. എത്ര ബ്യൂട്ടിഫുൾ ആണല്ലേ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം. അനാവശ്യ മത്സരങ്ങളില്ല, ശാരീരിക മാനസിക സമ്മർദ്ദങ്ങളില്ല, രോഗഭീതിയില്ല, മോശം കൂട്ടുകെട്ടും ചീത്ത വാക്കുകളുമില്ല. രാവിലെ ഉറക്കം വിട്ടുണരുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ കളിച്ചും ചിരിച്ചും പഠിച്ചും ടെൻഷൻ ഫ്രീ ആയിട്ടുള്ളൊരു സ്കൂളിംഗ്, അതാണ് ഹോം സ്കൂൾ. കുറേ പേർ ഇങ്ങനെ ഒരു സിസ്റ്റത്തെക്കുറിച്ചിട്ട് ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. കാരണം നമ്മൾ തലമുറകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് മോഡിലിട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. നമ്മളല്ലാതെ അതിലേക്കൊരു മാറ്റം ആഗ്രഹിക്കുന്നില്ല. ഒരു ചൊല്ലുണ്ട്, ഒരാൾ വിശക്കുന്ന സമയത്ത് ഭക്ഷണം കൊടുത്താൽ അവൻ്റെ വിശപ്പടക്കാൻ കഴിയും. എന്നാൽ അതേ വ്യക്തിക്ക് ആ ഭക്ഷണം ഉണ്ടാക്കാനുള്ള വഴി കൂടി പഠിപ്പിച്ചു കൊടുത്താൽ അന്ന് മുതൽ ആജീവനാന്തം അയാൾക്ക് ഭക്ഷണം കഴിക്കാം, പട്ടിണിയില്ലാതെ ജീവിക്കാമെന്ന്. നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുകയാണോ അതോ ഭക്ഷണം ഉണ്ടാക്കാനുള്ള വഴി പഠിപ്പിച്ചു കൊടുക്കുകയാണോ ചെയ്യുന്നത്? ജീവിതത്തിൽ അവർ വളരണമെങ്കിൽ, അവർക്ക് ആവശ്യമുള്ളത് നേടിയെടുക്കണമെങ്കിൽ നമ്മളതിനെ പ്രാപ്തമാക്കണം. അതിന് എല്ലാവരും ചിന്തിക്കുന്ന പോലെ ചിന്തിച്ചാൽ സാധിക്കില്ല. അല്പം വ്യത്യസ്തമായി ചിന്തിക്കണമെങ്കിൽ അതിനുള്ള ഫ്യൂല് നമ്മുടെ തലയിലുണ്ടാകണം. പരീക്ഷയ്ക്കും പരീക്ഷയിൽ കിട്ടുന്ന മാർക്കിനും അമിത പ്രാധാന്യം കൽപ്പിക്കുന്ന വിദ്യാഭ്യാസ രീതിയാണ് നമുക്കിവിടെയുള്ളത്. എന്നാൽ അതിൽ നിന്ന് മാറി സംഗീതം, ചിത്രരചന, നൃത്തം, കായിക വിനോദങ്ങൾ തുടങ്ങിയ ഒരുപാട് കഴിവുകളും പ്ലേഫുൾ ലേണിങ്ങും എക്സ്പീരിയൻ്റൽ ലേണിങ്ങും ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് സാധ്യമാകണം. അതിനായിട്ടൊരു സിസ്റ്റം തന്നെ മാറണമെന്നൊക്കെ നമ്മൾ വാശി പിടിക്കുന്നതിനേക്കാൾ നല്ല നമ്മൾ സ്വയം മാറാൻ തുടങ്ങിയാൽ പോരെ. ഒരൊറ്റ ചോദ്യം ചോദിച്ചിട്ട് ഞാൻ ഈ വീഡിയോ പോസ് ചെയ്യാണ്. 1 മുതൽ 10 വരെയുള്ള സ്കൂളിൽ പഠിച്ചിട്ട് ഇംഗ്ലീഷ് ഭാഷയിൽ സംസാരിക്കാൻ കഴിവുള്ള എത്ര കുട്ടികൾ നമ്മൾക്കിടയിലുണ്ട്? ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ലേഖനം എഴുതാൻ കഴിവുള്ള എത്ര കുട്ടികളുണ്ട്? മറിച്ച് മലയാളം ഭാഷയിൽ വ്യാകരണങ്ങളൊക്കെ നോക്കി, വൃത്തങ്ങളൊക്കെ നോക്കി കൃത്യമായി ഒരു കഥയോ കവിതയോ പാട്ടോ ഒക്കെ എഴുതാൻ കഴിവുള്ള എത്ര പേരുണ്ട്? അതുപോട്ടെ, പഠിക്കുന്നുണ്ട് 5ാം ക്ലാസ് മുതൽ ഹിന്ദിയിൽ സംസാരിക്കാൻ കഴിവുള്ള എത്ര മലയാളികളുണ്ട്? ദൂരദേശങ്ങളിൽ, അന്യ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരൊക്കെ ഒന്ന് മാറി നിൽക്ക്, ഇവിടെ പഠിക്കുന്നൊരു കുട്ടിക്കത് കഴിയുന്നുണ്ടോ? ഇനി 10ാം ക്ലാസ് വിദ്യാഭ്യാസം വലിയ കാര്യമായിട്ട് കൊട്ടിഘോഷിക്കും, എന്നിട്ട് +2 പോകും. ഈ +2ൻ്റെയും കൊട്ടിഘോഷിക്കും. അത് കഴിഞ്ഞിട്ട് ഡിഗ്രിക്കോ എൻട്രൻസ് എഴുതിയൊക്കെ എന്തെങ്കിലും രീതിയിൽ കുട്ടികൾ പോകും. അവസാനം ഈ പരീക്ഷകൾ കുറേ ആളുകൾ ജയിക്കും, കുറേ ആളുകൾ തോറ്റുപോകും. ഈ തോറ്റുപോയ കുട്ടികൾ വേറെ എന്തെങ്കിലും ഒരു പ്രൈവറ്റായിട്ടുള്ള ട്രേഡ് എടുത്ത് പഠിക്കണം. എന്നിട്ട് വേണം അവൻ തൊഴിൽ അന്വേഷിക്കാൻ.
ഈ 10ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ +2 വരെ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചാൽ അവൻ എന്ത് സ്കില്ലാണ് അവൻ്റെ കയ്യിലുള്ളത് എന്നുള്ളൊരു ചോദ്യം സ്വയം നിങ്ങളോട് ചോദിക്കുക. എന്നിട്ട് നിങ്ങൾ പോകുന്ന വിദ്യാർത്ഥികളായ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ഞാൻ ചെയ്യുന്നത് നീതിയാണോ എന്നുകൂടെ ഒന്ന് ചിന്തിക്കാം. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു. തിങ്ക് പോസിറ്റീവ്.